السلام عليكم ورحمة الله وبركاته. SSF Wisdom Hadith Class 118 عن أنس بن مالك رضي الله عنه قال أنس رضي الله عنه وقت لنا في قص الشارب وتقليم الأظفار ونتف الإبط وحلق العانة ألا نترك أكثر من 40 ليلة. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വുഖിത ലനാ, ഞങ്ങൾക്ക് സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, ശരീഅത്തിൽ സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു ഹദീസിൽ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് സമയം നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. ഫീ ഖസ്സി ഷാരിബി, മീശ വെട്ടുന്നതിൽ, വതഖ്ലീമിൽ അൾഫാരി, നഖം വെട്ടുന്നതിലും, വനത്ഫിൽ ഇബ്തി, കക്ഷത്തിലെ രോമം പറിച്ചെടുക്കുന്നതിലും, കക്ഷത്തിലെ രോമം കളയുന്നതിലും, വഹൽഖിൽ ആനതി, ആനത്ത് വടിക്കുന്നതിലും. ആനത്ത് എന്ന് പറഞ്ഞാൽ ഗുഹ്യസ്ഥാനത്തുള്ള, ലിംഗത്തിന് ചുറ്റുഭാഗത്തുമുള്ള രോമങ്ങൾ. ചില പണ്ഡിതന്മാർ പിന്ദ്വാരത്തിന് ചുറ്റുഭാഗത്തുള്ള രോമങ്ങളും ഇതിന്റെ പരിധിയിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ പിന്ദ്വാരത്തിനടുത്തും ലിംഗത്തിന് ചുറ്റുഭാഗത്തുമുള്ള രോമങ്ങൾ വടിക്കൽ, ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമയം നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അല്ലാ നത്റുക അക്സറ മിൻ 40 ലൈല, 40 രാത്രികളേക്കാൾ കൂടുതൽ, 40 ദിവസത്തേക്കാൾ കൂടുതൽ ഞങ്ങൾ ഇത് ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ 40 ദിവസമാകുമ്പോഴേക്ക് അത് വടിച്ചിരിക്കണം. വടിക്കാതെ 40 ദിവസം വെക്കണം എന്നല്ല, വടിക്കാതിരിക്കുന്നത് മാക്സിമം പോയാൽ 40 ദിവസം, അതിനു മുമ്പേ വടിച്ചിരിക്കണം, ഈ രോമങ്ങൾ കളഞ്ഞിരിക്കണം എന്നർത്ഥം. പണ്ഡിതന്മാർ ഇതിന്റെ സാഹചര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ആഴ്ചയിലോ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇത് ചെയ്യൽ സുന്നത്തുണ്ട്. എന്നാൽ അത് ചെയ്യാതെ നീട്ടിവെക്കുകയാണെങ്കിൽ അത് മാക്സിമം 40 ദിവസത്തോളം പോകാം. 40 ദിവസത്തിനേക്കാൾ കൂടുതൽ നീട്ടിവെക്കാതിരിക്കൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നത് ഇത്തരം രോമങ്ങൾ കളയുക, നഖം വെട്ടുക എന്ന കാര്യങ്ങളൊക്കെ 40 ദിവസമാകുമ്പോഴേക്ക് ഒരിക്കലെങ്കിലും അത് കളഞ്ഞിരിക്കണമെന്ന് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല ഇത്തരം സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിസ്സാരമാക്കി നാം തള്ളിക്കളയുന്ന പല സുന്നത്തുകളും ആഖിറത്തിൽ ഒരുപാട് പ്രതിഫലം കിട്ടുന്നതാണ് എന്ന് നാം മറക്കരുത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നാം കൃത്യമായി ശ്രദ്ധിച്ചാൽ ആരോഗ്യത്തിനും നല്ലതാണ്. അതോടൊപ്പം നമ്മുടെ ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിക്കാൻ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് ജീവിതത്തിൽ പകർത്താൻ കൂടി അത് ഉപകാരപ്രദമാണ്. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി